നമസ്കാരം. സുരേഷ് ഗോപി എവിടെ പോയി? കേരളത്തിന്റെ കേന്ദ്രമന്ത്രി എവിടെ പോയി? കേരളത്തിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എവിടെയാണ്? വയനാടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായി ഇത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് സുരേഷ് ഗോപി അറിഞ്ഞില്ലേ? അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദം ഉയരാൻ തുടങ്ങിയതോടെ, ജനങ്ങളുടെ പ്രതിഷേധം ഉയരാൻ തുടങ്ങിയതോടെ സുരേഷ് ഗോപി വയനാടിലെ ദുരന്ത ഭൂമിയിൽ കാലുകുത്തി. പിന്നീട് ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ കണ്ടു, അവരുമായി സംസാരിച്ചു, ആശയവിനിമയം നടത്തി. ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടു. മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണങ്ങളിൽ ചിലത് കണ്ടപ്പോൾ എനിക്കും ചിലതൊക്കെ പറയാൻ തോന്നി. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന്. അതിൻ്റെ നിയമവശങ്ങളൊക്കെ നോക്കിയ ശേഷം ആകാം എന്നാണ് പറയുന്നത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ആവശ്യപ്പെടുമ്പോഴും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ വേണ്ട എല്ലാ വഴികളും കണ്ടെത്തും എന്ന് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്രത്തിന് ഈ വിഷയത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് എത്രത്തോളമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഈ അമിത്ഷാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ശ്രമം നടത്തിയല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന്. അപ്പോൾ അമിത്ഷാ എന്താണ് നടത്തിയതെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. വേറൊന്നുമല്ല, അതായത് ഈ പ്രളയവുമായി, ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രളയ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. അന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെന്നൊരു പച്ചക്കള്ളം അമിത്ഷാ രാജ്യസഭയിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നിലവിൽ ഗ്രീൻ അലേർട്ടാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേന്ദ്ര ജല കമ്മീഷനും കൊടുത്തതെന്ന വസ്തുത, സത്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തെളിവ് സഹിതം പുറത്തുവിട്ടത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അമിത്ഷാ മിണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു ഉത്തരമല്ലേ, അല്ലെങ്കിൽ ഒരു പ്രതികരണമല്ലേ രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നടത്തിയത് എന്ന് തന്നെയാണ് ആ മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയോട് ചോദിച്ചത്. വളരെ കഴമ്പുള്ളൊരു ചോദ്യമാണ്, ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സുരേഷ് ഗോപി അതിന് നൽകിയ ഉത്തരം രസകരമാണ്. സുരേഷ് ഗോപി പറയുകയാണ്, ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും അതുപോലെ തന്നെ പുനരധിവാസത്തിനുമാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പിന്നെ അത് ഇത്തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്നും സുരേഷ് ഗോപി ആജ്ഞാപിക്കുന്നുണ്ട് ആ മാധ്യമപ്രവർത്തകനോട്. അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് കുഴപ്പിക്കരുത്, ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞേക്കാം, എൻ്റെ സ്വഭാവം മാറുക എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയാതെ പറയുന്നത്. ഈ സുരേഷ് ഗോപി ആ പറഞ്ഞ രണ്ട് ലൈനുകൾ, ഒന്ന് ഈ ദുരിതബാധിതരുടെ മാനസികാരോഗ്യം അതുപോലെ തന്നെ പുനരധിവാസം, ഇതിൽ രണ്ടും വളരെ ഒരു ഗൗരവത്തോടെ ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇടപെടാൻ വലിയ മനസ്സുള്ള ഒരാളായിരുന്നു സുരേഷ് ഗോപി എങ്കിൽ എന്തുകൊണ്ടാണ് 6 ദിവസം വരെ ഇദ്ദേഹം നോക്കി നിന്നത്? ഈ സംഭവം നടന്നത് അങ്ങ് ഗുജറാത്തിലോ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒന്നുമല്ലല്ലോ, സ്വന്തം മണ്ണായിട്ടുള്ള കേരളത്തിലല്ലേ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വയനാടിൽ വരാൻ പറ്റിയെങ്കിൽ പിന്നെ നമ്മുടെ ഈ കേരളത്തിൻ്റെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല? സുരേഷ് ഗോപി ഈ പറയുന്നത് പോലെ മാനസിക ആരോഗ്യത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ, മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസമെങ്കിലും അവിടെ വന്നിട്ട് ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ അവർക്ക് എത്രത്തോളം മാനസിക ആരോഗ്യം ലഭിക്കുമായിരുന്നു. നിങ്ങൾ വരാൻ വൈകിയപ്പോൾ ഇവിടെ ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട്, പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല എന്ന ഒരു തോന്നലാണ് അവർക്കുണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, പുനരധിവാസത്തിന് വേണ്ടി വലിയ രീതിയിലൊക്കെ ഇനി വലിയ ശ്രമങ്ങൾ നടത്തുമെന്ന രീതിയിലൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്നിട്ട് അതിനുവേണ്ടി സുരേഷ് ഗോപി എന്ത് സംഭാവനയാണാവോ നൽകിയത്? സുരേഷ് ഗോപി ദുരന്ത ഭൂമിയിൽ വരും, 6, 7, 8 കോടി രൂപയൊക്കെ പ്രഖ്യാപിക്കും എന്നൊക്കെ ഓർത്തിരുന്ന ആളുകളെയൊക്കെ സുരേഷ് ഗോപി നിരാശനാക്കി. ഇലക്ഷനൊക്കെ കഴിഞ്ഞെന്നേ. സുരേഷ് ഏട്ടാ, ഇന്നലെ മോഹൻലാൽ വന്നിരുന്നു കേട്ടോ. മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ, കൂടാതെ അദ്ദേഹം വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ 3 കോടി രൂപയാണ് പുനരധിവാസത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. സുരേഷ് ഗോപി എന്താണ് കൊടുത്തത്? പോട്ടെ, മമ്മൂട്ടിയും ദുൽഖർ സൽമാനും കൂടി 35 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് സുരേഷ് ഏട്ടൻ കൊടുത്തിട്ടുള്ളത്? അങ്ങനെ എടുത്തു നോക്കിയാൽ സംഭാവനകൾ, അതുപോലെ തന്നെ പുനരധിവാസത്തിന് വേണ്ടി എല്ലാവരും തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള വലിയ വലിയ കരുതലുകൾ ഇങ്ങനെ വെച്ച് നീട്ടുകയാണ് വയനാടിന് നേരെ. സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ, അതായത് ഡൽഹിയിൽ തന്നെ അങ്ങ് AC റൂമിൽ ഇരിപ്പായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത നമ്മളൊക്കെ കണ്ടതാണല്ലോ. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കിടന്നിട്ട് തുള്ളുകയാണ്, ഉറഞ്ഞു തുള്ളുകയാണ്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നതാ ഈ ദുരന്ത ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, ക്യാമറയൊന്നും ഇല്ലാതെയാണ് ഞാൻ അങ്ങ് ക്യാമ്പിനകത്തേക്ക് പോയതെന്ന്. സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ക്യാമ്പിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് കോലും ക്യാമറയൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി ആരെങ്കിലും ചെല്ലാൻ ശ്രമം നടത്തിയാൽ
മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ട് അലക്കും. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത ബാധിതരായിട്ടുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തിയ ശേഷം ഒരു മാധ്യമപ്രവർത്തകരെ കാണുന്ന ഒരു ചെറിയൊരു പരിപാടി നടത്തിയിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, കോലും മൈക്കുമായി അതിൻ്റെ അകത്തേക്ക് കയറരുത്, അവരുടെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ മൈക്കും ക്യാമറയും നീട്ടിക്കൊണ്ട് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു താക്കീതാണ് കൊടുത്തിട്ടുള്ളത്. ആ താക്കീത് മറികടക്കാറൊന്നും ആയിട്ടില്ല നമ്മുടെ മാധ്യമപ്രവർത്തകർ. മനസ്സിലായോ? അപ്പോൾ സുരേഷ് ഗോപി അല്ല, അതിനും വലിയ മൂത്താപ്പമാർ വന്നാലും അതിനകത്ത് കോലും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് സുരേഷ് ഗോപി കൊണ്ടാഞ്ഞിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ സുരേഷ് ഗോപി എങ്ങോട്ട് പോയാലും ഒരു വലിയ മാധ്യമ പടയായിട്ട് മാത്രം പോകുന്ന ഒരാളാണ് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും സുരേഷ് ഗോപി ഈ ദുരന്ത ഭൂമി വരെ ഒന്ന് വരാൻ ഈ 6-ാം ദിവസമെങ്കിലും ഒരു സമയം കണ്ടെത്തിയിരുന്നു. വലിയൊരു ഭാഗ്യം തന്നെ എന്ന് പറയാതെ വയ്യ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം 2 ലക്ഷം രൂപയാണ് മരിച്ചവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 50,000 രൂപ പരിക്കേറ്റവർക്കും. അതൊന്ന് ഉയർത്താനെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളാനൊരു ശ്രമം നടത്തണം. ഇനി കൂടുതൽ സൈന്യത്തെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കേരളം ആവശ്യപ്പെട്ടാൽ മതി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ എല്ലാ കാര്യങ്ങളും എന്നാണ് പറയുന്നത്. ആവശ്യപ്പെടാനുള്ളതൊക്കെ സ്റ്റേറ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഈ ദുരന്തമുണ്ടായപ്പോൾ പെട്ടെന്ന്, അതായത് നമുക്ക് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ ആവശ്യങ്ങളൊക്കെ നന്നായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടപെടൽ മൂലം ഒക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാം തന്നെ ദ്രുതഗതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ വിജയത്തിലെത്തിയിട്ടുമുണ്ട്. ഇനി എല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെയൊക്കെ വന്ന ദുരന്ത ഭൂമിയിൽ നിന്ന് ഗീർവാണം അടിക്കാൻ എല്ലാവർക്കും പറ്റും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെയും മാറ്റി നിർത്തുന്നില്ല. അതായത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു കൈത്താങ്ങാവാൻ പറ്റിയിട്ടുണ്ട്. അത് വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബി.ജെ.പിയിലെ പല ആളുകളുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത സമീപനം എന്താണെന്നറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം പോലും മറന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അപ്പോൾ മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ച ഒരേ ഒരാൾ അത് ബി.ജെ.പി ആണ്. ബി.ജെ.പിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. അമിത്ഷാ പറഞ്ഞ പച്ചക്കള്ളം പൊക്കി പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കളിക്കുന്ന കളികളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ സുരേഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, സിനിമയിലെ സഹപ്രവർത്തകർ, അവർ വേറെ ലെവലാണ് കേട്ടോ. നല്ല മനുഷ്യത്വമുള്ള ആളുകളാണ്. ഇന്ന് ഫിലിം ഫെയർ അവാർഡ് ഫംഗ്ഷൻ നടന്നു. ആ ഫംഗ്ഷനിൽ തന്നെ ഇന്ന് മമ്മൂട്ടി നടത്തിയൊരു പ്രസംഗം കേട്ടിട്ടുണ്ട്. സത്യത്തിൽ വല്ലാത്തൊരു ബഹുമാനം നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയോട് തോന്നിപ്പോയി. മമ്മൂട്ടി പറയുകയാണ്, ഇതെൻ്റെ 15ാമത്തെ അവാർഡാണ്, പക്ഷേ എനിക്ക് ഇതൊട്ടും സന്തോഷം പകരുന്നില്ല. കാരണം എൻ്റെ മനസ്സ് വയനാടിനൊപ്പമാണ്, ജീവൻ നഷ്ടപ്പെട്ട, ഉപജീവനം നഷ്ടപ്പെട്ട ആളുകൾക്കൊപ്പമാണെന്ന് അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്. ഈ ഫിലിം ഫെയർ നടക്കുന്ന വേദിയിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. സാമ്പത്തികമായി നമ്മളെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നമ്മളെ സഹായിക്കാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർക്ക് സംഭാവന നൽകാൻ കഴിയും. അതുവഴി പെട്ടെന്ന് പുനരധിവാസം നടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് മമ്മൂട്ടി, അതുപോലെ തന്നെ മോഹൻലാൽ, ടോവിനോ, അതുപോലെ തന്നെ അല്ലു അർജുൻ വരെ പൈസ ഇട്ടിരിക്കുന്നു. അങ്ങനെ എന്തിന് നമ്മുടെ സൂര്യ, കാർത്തി, ജ്യോതിക, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റുകൾ. അങ്ങനെ നമ്മുടെ ഈ കേരളത്തിന് കൈത്താങ്ങായി എത്ര ആളുകളാണ് വരുന്നത്. നമ്മൾ കണ്ടല്ലോ 5 കോടി രൂപ ഈ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം തന്നെ സ്റ്റാലിൻ, അതായത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാവരും ഓരോ രീതിയിലും കരുതലായി മാറുമ്പോൾ സുരേഷ് ഗോപി, നിങ്ങൾക്ക് ഈ ദുരന്ത സമയത്ത് ഒരു കരുതലാകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വളരെ നിരാശാജനകമായ ഒരു സംഭാവന മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ. ആ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, ദുരന്ത സമയത്ത് നിങ്ങളെ കാണാനേ ഉണ്ടായിരുന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങ് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർക്കൊക്കെ നിരാശ മാത്രമാണ് നൽകിയത്. ഒരു പ്രശ്നമുണ്ടായാൽ ഓടിയെത്തും. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും എൻ്റെ ശ്രദ്ധ ഉണ്ടാകുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് നമ്മുടെ കേരളത്തിലെ വയനാടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല എന്നത് തീർത്തും താങ്കളുടെ ഒരു പരാജയം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോകസഭയിലും രാജ്യസഭയിലും ശബ്ദമുയർന്നപ്പോൾ പോലും മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങളുടെ ശബ്ദം കേരളത്തിനൊപ്പമായിരുന്നില്ല, ആ 19 MP-മാർക്കൊപ്പമായിരുന്നില്ല. എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നന്മ മരത്തെ നന്നായി തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയത്. അത് അർജുൻ്റെ വിഷയമാണെങ്കിലും ആമേഴഞ്ചാം തോട്ടിലെ വിഷയമാണെങ്കിലും നമ്മുടെ കേരളത്തെ ഏറെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും സുരേഷ് ഗോപിയുടെ സംഭാവന വളരെ വട്ടപൂജ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വളരെ 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 ശോചനീയമാണ്, വളരെ വളരെ നിരാശപ്പെടുത്തുന്നതാണ്. ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ താങ്കളൊരു വലിയ പരാജയമാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഏറെ സങ്കടമുണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷ
താങ്കളിൽ ഒരുപാട് തൃശ്ശൂരിലുള്ള ഒരുപാട് ആളുകൾ വെച്ചിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് താങ്കൾ അവിടെ നിന്ന് ജയിച്ചു പോയപ്പോൾ താങ്കൾക്കുണ്ടായ ഭൂരിപക്ഷം. പക്ഷേ ഇന്ന് ആ തൃശ്ശൂരുകാർ മുഴുവനും താങ്കളെ ഓർത്ത് സഹതപിക്കുകയാണ്. തൃശ്ശൂരുകാർ ഒന്നടക്കം പറയുന്നത് ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്നാണ്. തൃശ്ശൂരുകാർക്ക് ഇപ്പോൾ നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരുടെ തെറ്റെന്താണെന്ന്. അവർ ഇപ്പോൾ സത്യത്തിൽ പശ്ചാത്തപിക്കുകയാണ് എന്നാണ് നമ്മളുടെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൃശ്ശൂരുകാരൊക്കെ വന്നിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകൾ പോലും വന്നിട്ട് പറയുന്ന പ്രതികരണങ്ങൾ സത്യത്തിൽ അത് പശ്ചാത്താപത്തിൻ്റെ അങ്ങേയറ്റമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തെറ്റ് തിരുത്താൻ വേണ്ടി അവർക്ക് ഇനി കിട്ടുന്ന അവസരം അവർ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും. എന്തായാലും സുരേഷ് ഗോപി ഇനി എന്തായാലും ലോകസഭ കാണില്ല. ഇനി ഈ കേരളത്തിൻ്റെ എവിടെ നിന്നും ജയിച്ച ഒരു BJPയുടെ MP-മാരും അങ്ങ് ലോകസഭയിലേക്ക് പോകില്ല. ഒരു MP കേരളത്തിന് വന്നപ്പോൾ തന്നെ എത്രത്തോളം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഇടപെടലുകൾക്ക് എത്രത്തോളം കേരളത്തിന് കരുതലാകാൻ കഴിയും എന്നൊക്കെ നന്നായി തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. BJPക്ക് ഒരു MP കേരളത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സുരേഷ് ഗോപി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് സുരേഷ് ഗോപി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ ഡൽഹിയിൽ AC റൂമിൽ കിടന്നുറങ്ങാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് ഇങ്ങോട്ട് ഓടി വരാൻ കഴിയില്ല എന്ന കാര്യം കൂടി മലയാളികൾ മനസ്സിലാക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഒറ്റക്കെട്ടായി കൈയോട് കൈ ചേർത്ത് മെയ്യോട് മെയ് ചേർന്ന് അവരൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടൻ്റെ ഈ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ ഇന്നത്തെ ഈ സന്ദർശനം കുറച്ചുകൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു തന്നെ. പക്ഷേ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ക്ലൈമാക്സിൽ വന്ന് ഹീറോ ആകാൻ വേണ്ടി ദുരന്ത ഭൂമിയുടെ ചെടിയിൽ വന്നിറങ്ങി മാധ്യമപ്രവർത്തകരെ കണ്ട് സിനിമ മോഡൽ ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ മലയാളികളൊക്കെ അങ്ങയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ വിമർശിച്ചവരൊക്കെ അങ്ങയ്ക്ക് വേണ്ടി ജയ് വിളിക്കുമെന്ന വല്ല തോന്നലും അങ്ങയ്ക്കുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. നമുക്കറിയാം ഈ BJPയുടെ യുവജന സംഘടനയായിട്ടുള്ള യുവമോർച്ചയൊക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധ പ്രവർത്തകരായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു ചിത്രം പോലും ഇദ്ദേഹം അയാളുടെ FB പേജിൽ ഇട്ടുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊന്നും കണ്ടില്ല. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റുള്ള BJP പ്രവർത്തകർ, മറ്റുള്ള പ്രവർത്തകർക്കൊക്കെ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാനുള്ള ഒരു ഊർജ്ജം പകരുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു രീതിയിലുള്ള നീക്കങ്ങളൊന്നും സുരേഷ് ഗോപി നടത്തിയില്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ കരുതലാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ അദ്ദേഹത്തിന് ഒരു കരുതലാകാനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ജോർജ് കുര്യൻ എന്തൊക്കെയോ മലമറിച്ചു എന്നൊക്കെയാണ് ചില സംഘി ചായ്വുള്ള ചാനലുകൾ, ഈ മറുനാടനെ പോലുള്ള ടീമുകളൊക്കെ തള്ളിമറിക്കുന്നത്. ഏതെങ്കിലും ഘട്ടങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഇദ്ദേഹത്തെയൊക്കെ നമ്മൾ കണ്ടോ? അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ആരൊക്കെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഒക്കെ അവിടെ മണ്ണിലിറങ്ങി ചെളിയിലിറങ്ങി അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ, പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ തന്നെ യുവജന സംഘടനയിൽപ്പെട്ട DYFI, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്, SFI, ഈ KS, ഇവരൊക്കെ കൈയോട് കൈകോർത്ത് ഇവരെല്ലാവരും രക്ഷാപ്രവർത്തന രംഗത്ത് ഉണ്ടെന്നേ. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ പറയുന്ന രാഷ്ട്രീയക്കാരൻ, നടനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അഭിനയമല്ല രാഷ്ട്രീയ പ്രവർത്തനം, അഭിനയമല്ല ജീവിതം. റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ റിയാലിറ്റി എന്താണെന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കി തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.